ശ്രീ സാബു ജേക്കബ്. അദ്ദേഹം ഈ 2020 നേതാവാണ്. അദ്ദേഹമാണ് ആ 2020 രൂപീകരിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് കിറ്റെക്സിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണ്. ഒരു വലിയ വ്യവസായിയാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റുകയില്ല. അവിടെ ആ റോഡിൽ കൂടെ ഒന്ന് സഞ്ചരിച്ചാൽ ഈ നാട് ഏതാണെന്ന് നമ്മളൊന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചിട്ടുണ്ട്, എനിക്കറിയില്ല. ആ ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ അതിലേ ഒന്ന് സഞ്ചരിച്ചാൽ മതി. അത് ഈ 2020 അത് സ്ഥലം അത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തോന്നും. കാര്യം എന്താ, ഒന്നാം തരം റോഡുകൾ കേട്ടോ. അതേപോലെ ഒരുപാട് ജനസേവന പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. അതിന് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റത്തില്ല ആർക്കും. ശ്രീ സാബു ജേക്കബ് അത് ഇഷ്ടംമാതിരി ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ പ്രശ്നം എന്താണ്, അദ്ദേഹത്തിന് എന്നും ക്രിമിനൽ കേസുകളാണ്. അത് ഉണ്ടാകുന്നതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. എനിക്കതിനെക്കുറിച്ച് പറയാൻ അറിയില്ല. കാരണം അദ്ദേഹം പറഞ്ഞേക്കുന്ന വാചകങ്ങളോ അദ്ദേഹം ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന ഒഫൻസുകൾ എന്തെങ്കിലും കമ്മിറ്റ് ചെയ്തതിൻ്റെയോ എന്താണ് അദ്ദേഹം അതിന് പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പക്ഷേ ഇത് അദ്ദേഹത്തിനെ കോർണർ ചെയ്യാനും വേണ്ടി ഒരുപാട് കേസുകൾ അവിടെ ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. മാധ്യമങ്ങളിൽ നിന്ന് കാണാം. കേസുണ്ടായിക്കോട്ടെ, ഉണ്ടാകാം, കുഴപ്പമൊന്നുമില്ല. അതിനെ ഡിഫെൻഡ് ചെയ്യണം. കേസ് ആർക്കും എതിരെയും കൊടുക്കാമല്ലോ. അപ്പോൾ അത് ഡിഫെൻഡ് ചെയ്യണം. അപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്നെ അകത്താക്കിയാൽ മുഖ്യമന്ത്രിയുടെ മോളെ അകത്താക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അതിൻ്റെ തെളിവുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കോണ്ടിറ്റ് എവിഡൻസ് ഉണ്ടെന്നാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ശ്രീ പിണറായി വിജയൻ ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കണം. ഉണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തോട്ട് വിടാൻ പറയണം. അതെ, കാരണം ധൈര്യമായിട്ട് പറയണം. അത് പറയേണ്ട കാര്യം എന്താണെന്നറിയാം, ഇത് ജനങ്ങളുടെ ആവശ്യമാണ്. ഇത് വേറെ ഒന്നുമല്ല. അതുണ്ടെങ്കിൽ വേറെ അതുപോലെ തന്നെ ശ്രീ സാബു ജേക്കബ് ഇത് പറയുമ്പോൾ മനസ്സിലാക്കണം, എൻ്റെ കയ്യിൽ ഇന്നതൊക്കെ ഉണ്ട് എന്നുള്ളത്. ഈ ഭീഷണിയല്ല വേണ്ടത്. ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേറൊരു കേസിൻ്റെ കയ്യിലുണ്ടെന്നുള്ള ആ ഭീഷണി, അത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പിളാണ്. അതല്ല വേണ്ടത്. ജനങ്ങൾ അറിയട്ടും എൻ്റെ കയ്യിൽ ഇന്നതൊക്കെ ഉണ്ട്, ഇന്നതാണ് ഇതിനകത്തുള്ളത് എന്ന് അദ്ദേഹം ഒരു പേപ്പറൊന്ന് പ്രസൻറ്റ് ചെയ്യട്ടെ, ഒരു ധവളപത്രം ഒന്ന് പുറപ്പെടുവിക്കട്ടെ. ഇതെല്ലാവരും അന്ന് അറിയട്ടെ എന്താണ് കാര്യം എന്നുള്ളത്. എൻ്റെ കയ്യിൽ ഇന്നതൊക്കെ ഉണ്ട് എന്നാൽ ഒരു പ്രസ് മീറ്റ് നടത്തട്ടെ. ഒരു പ്രസ് മീറ്റ് നടത്തി അതിലോട്ട് വിളിച്ചു പറയട്ടെ ഇന്നതൊക്കെയാ കാര്യങ്ങളെന്ന്. എന്തുകൊണ്ട് പറയുന്നില്ല? അപ്പോൾ അങ്ങനെയുള്ള ഒരു കുഴപ്പമുണ്ട്. ഈ ചലഞ്ച് ഇതെടുക്കുമ്പോൾ എന്താണെന്നറിയോ, നീക്കുപോക്കുകളാണ് പിന്നെ അവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്കെതിരെ ഒന്നും പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കെതിരെ എന്നെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഇങ്ങനെ ചെയ്യും. ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യത്തില്ല. ഇത് ശരിയായ ഒരു നടപടിയല്ല രണ്ടു കൂട്ടരും ചെയ്യുന്നത്. ഈ വെല്ലുവിളി, ശ്രീ സാബു ജേക്കബിൻ്റെ വെല്ലുവിളി എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഏറ്റെടുക്കേണ്ടത് നമ്മുടെയൊക്കെ ആവശ്യമാണ്. കാരണം നമ്മുടെയൊക്കെ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. അപ്പം എൻ്റെ ഒരു ആവശ്യമാണ്, അദ്ദേഹം അത് ഏറ്റെടുക്കണം. പറഞ്ഞോളൂ, എന്നെക്കുറിച്ച് വല്ലതും പറയാനുണ്ടെങ്കിൽ. പണ്ട് ശ്രീ അച്യുതാനന്ദൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ മകനെതിരെ 2 ആരോപണങ്ങൾ വന്നപ്പോൾ അദ്ദേഹം ധൈര്യമായിട്ട് പറഞ്ഞല്ലോ. ആദ്യത്തേത് പറഞ്ഞപ്പം ഇതിങ്ങനെ ഉണ്ടോ, സത്യമാണ്, ഇത് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്, ഇത് അന്വേഷിക്കണം എന്നാ പറഞ്ഞേ. അതുപോലെ രണ്ടാമത്തെ എണ്ണം വന്ന ഒരു പ്രതിപക്ഷത്തു നിന്ന് അത് ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താ, പ്രതിപക്ഷ നേതാവ്, അതായത് ഈ ആരോപണം ഉന്നയിച്ച ആൾ പറയുന്ന ആരെ കൊണ്ടും ഇത് അന്വേഷിച്ചോട്ടെ എന്ന് പറയാനുള്ള ഒരാർജവം കാണിക്കണ്ടേ? എന്തുകൊണ്ട് കാണിക്കുന്നില്ല? നമ്മുടെ മുഖ്യമന്ത്രിയാണെങ്കിൽ അങ്ങനെയാ ചെയ്യേണ്ടത്. ഈ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിരിക്കുന്ന ഒരാളെ കയ്യിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന അതാണ്. ഈ വെല്ലുവിളി ഏറ്റെടുക്കണം. നിങ്ങൾ കൊണ്ടുവന്നു പറഞ്ഞോളൂ എന്താണെന്ന്. എന്ത് പറയണ്ടേ? അതല്ലാതെ ഒന്നും ഇടാതിരുന്നിട്ട് എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യം തീരുമോ? ഈ ബഹുമാന്യനായ മുഖ്യമന്ത്രി പോട്ടെ, വേറെ ഈ ഭരണപക്ഷത്തുള്ള ആരെങ്കിലും, അതായത് ഈ CPM-ലോ അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓടൊപ്പമുള്ള CPM-ലെ മന്ത്രിമാരോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇടതുപക്ഷ പാർട്ടിയിലെ മന്ത്രിമാരോ, ഏതെങ്കിലും ഇപ്പം ഭരിക്കുന്നവരിൽ ആരെങ്കിലുമോ ഇതിനെന്തുകൊണ്ടൊരു ചലഞ്ചായിട്ട് എടുത്തുകൂടാ? സാബു ജേക്കബ് പറഞ്ഞത് ഇതെല്ലാം കള്ളമാണ്, ഇങ്ങനൊരു സംഭവം ഇല്ല, ഒന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല, വെറുതെയാണ്, കള്ളം പറയുന്നതാണ് എന്ന് പറയാൻ എന്താ ഇവർ തയ്യാറാവില്ല. കാരണം സാബു ജേക്കബിൻ്റെ കയ്യിൽ എന്തോ കാര്യമായിട്ടുണ്ട്, അത് മനസ്സിലായി. അത് കുടം തുറന്ന് വിടുന്ന ഒരു ഭൂതമായിട്ട് അവസാനം മാറരുത് എന്ന ഭയന്നാണ് ഇവരിതൊന്നും ഒരു ചലഞ്ചായിട്ട് എടുക്കാത്തത്. പക്ഷെ ജനങ്ങൾക്ക് വേണ്ട അതല്ല.
സത്യം അറിയണം. അതിനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അത് ജനങ്ങൾ തിരിച്ചറിയണം.